ഹബീലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയാധൂ അബ്രാഹാം ബലിയോ കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട അൻപാലടിയാരെ കാക്കുക മോചനമദീന പാപികളെ വരുവീൻ യാചിപ്പി മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോ പ്രാപിക്കൂ അന്വേഷിപ്പോൻ കൈ. ഒരു നിമിഷം തലകളെ ദൈവസന്നിധിയിൽ നമിക്കാം. അദൃശ്യനായ ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ദൃശ്യമായി തരണമേ. അങ്ങയുടെ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ, പ്രത്യേകിച്ച് കൂടി വന്നിരിക്കുന്ന ഈ സമൂഹത്തെയും അവിടുത്തെ വചനം ബലഹീനനായ എന്നെയും ശക്തീകരിക്കണമേ. അങ്ങ് അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവോളം അറിവുകൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞതുപോലെ നിൻ്റെ വചനത്തെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനിയുമുള്ള നിൻ്റെ രണ്ടാമത്തെ വരവിൽ അങ്ങയുടെ മുഖതേജസ്സിൽ നിൽക്കുവാൻ തക്കമുള്ള യോഗ്യതയിലേക്ക് ഈ വചനങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകണമേ. വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളുമായിട്ട് പരിശുദ്ധനായ പരിമലമായ ഗ്രിഗോറിയോസിൻ്റെ മധ്യസ്ഥതയിലും അവിടുത്തെ സ്വർഗീയ അവസ്ഥയിലും ഒക്കെയും കടന്നു വന്നിരിക്കുന്ന ഈ ദാസരെ ശക്തീകരിക്കണമേ. അങ്ങയുടെ പ്രകാശമാകണമേ ഞങ്ങൾ ദർശിക്കേണ്ടത്. ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനും എടുത്ത തീരുമാനങ്ങളെ ജീവിതത്തോട് ചേർത്ത് കൊണ്ടുപോകുവാനും ശക്തീകരിക്കണമേ. ആത്മാവേ, അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. തിരുവചന കേൾവിയേക്കാളുപരി, തിരുവചന ധ്യാനത്തെക്കാളുപരി ഞങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കായി ഇത് പര്യാപ്തമാകണമേ. സ്വർഗത്തിലെ ദൈവമേ, എവിടെയിരുന്നായാലും ഈ ശബ്ദം കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ, ആത്മീക ജീവിതത്തിൻ്റെ ശബ്ദമായി തീരണമേ. ജീവിതത്തിൽ മാറ്റപ്പെടേണ്ട ചില ആത്മീക സുഹൃതങ്ങളിലേക്കുള്ള വളർച്ചകൾ കൂടിയാകണമേ. പിതാവേ, നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. എളിയവനായ ദാസനെ അങ്ങയുടെ സ്വർഗീയ തണലിൽ സൂക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് പോൾ റമ്പാച്ചനും മാത്തുക്കുട്ടി അച്ഛനും എൽദോ അച്ഛനും എപ്പോഴും ആ സ്നേഹം നൽകുന്ന ആ വന്ന വന്യവൈദികർക്ക് എല്ലാ സ്നേഹത്തിൻ്റെ ഭാവുകങ്ങൾ. വചന കേൾവിക്കായി നിൽക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ദൂരെ ഇരുന്നു കൊണ്ട് ഈ വചനത്തിൻ്റെ കേൾവിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയനാടിൻ്റെ ഒരു മഹാദുരന്തത്തിലാണ് നമ്മളെല്ലാം അല്പം വേദനയിൽ നിൽക്കുന്നത്. അതിനേക്കാൾ ഏറിയ ഭാരങ്ങൾ നിങ്ങൾക്കുണ്ടാകാം നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. എങ്കിലും നമ്മുടെ മനസ്സുകൾക്ക് ഒരു വിശാലതയുണ്ടാകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിൽ ഒരുവരായിരുന്ന മക്കൾ വേദനയിലും വേർപാടിലും
അവരുടെ ജീവിതത്തിൻ്റെ ആകമാനമായിരുന്ന പലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസരത്തിലാണ്. ചൂരൽമലയിലെയും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്ന ആ ഉരുൾപൊട്ടലിലും ആ ലാൻഡ് സ്ലൈഡിങ്ങിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ആ ദുരിതത്തിലാണ് നമ്മളിവിടെ കൂടി വരുന്നത്. ഈ നാളുകളിൽ എൻ്റെ വായനകൾ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, വേദനിക്കുന്ന ദുഃഖിക്കുന്ന മനുഷ്യനോട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ദൈവം നമുക്കായി നൽകുന്നത്? ഒരുപക്ഷെ വേദപുസ്തകം അതിന് ചില ആഴത്തിലുള്ള അറിവുകൾ നൽകുന്നുണ്ട്. വേദനിക്കുന്ന, തള്ളപ്പെടുന്ന, ഒരുപക്ഷെ തകർന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് നാം നമ്മുടെ കൈകൾ നീട്ടുകയും ചെയ്യുമ്പോൾ ദൈവം എന്ത് നൽകുന്നു എന്ന് പറയുന്ന ഒരു ഉത്തരം വേദപുസ്തകത്തിലുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ യേശുക്രിസ്തു പറയുന്ന, അല്ലെങ്കിൽ മത്തായി ശ്ലീഹ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു വാക്കിനെ, അല്ലെങ്കിൽ ആ വാക്യങ്ങളെ അവിടെ ക്രോഡീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ തൻ്റെ മഹാതേജസ്സോടുകൂടി തൻ്റെ സിംഹാസനത്തിൽ വന്നിരുന്ന് എല്ലാ ജാതികളെയും അവൻ്റെ അടുക്കൽ കൂട്ടും. എന്നിട്ട് അവിടെ പറയുകയാണ്, ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ അവൻ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. എന്നിട്ട് അവൻ പറയുകയാണ്, രാജാവ് പറയുകയാണെന്നാണ് മത്തായി ശ്ലീഹ എഴുതിയിരിക്കുന്നത്: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കടന്നു വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളുവീൻ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഇങ്ങനെ നിരവധി നന്മകളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് വലത്ത് ഭാഗത്തുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യം അനുഭവിക്കുന്നു. അവർ ചോദിച്ചു, എന്താ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഈ ദൈവരാജ്യം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതാണ് ഈ പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ നിമിത്തം നിങ്ങൾ സ്വർഗരാജ്യം അനുഭവിക്കും. ഈ മനോഹരമായ വാക്യം വായിച്ചപ്പോഴാണ്, നമ്മളെപ്പോഴും കേൾക്കുന്നതായിരിക്കാം ഈ വാക്യം, പക്ഷെ ഈ മനോഹരമായ വാക്യം ഞാൻ വായിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ അറിവ് ഇത്രയുമുള്ളൂ: തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ താൻ വരുമ്പോൾ ഇനിയുമുള്ള രണ്ടാമത്തെ തൻ്റെ വരവിൽ നമ്മളെ വിധിക്കുന്നത് സകല ജാതികളെയും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തെ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ മതങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. സർവ്വജാതികളെയും അവൻ്റെ അടുക്കൽ കൂട്ടി വരുത്തും. അവരെ ഒരുപക്ഷെ നമ്മളെ ക്രിസ്തുവേശുവിൻ്റെതായ ചിന്തകളിലൂടെ ആയിരിക്കാം നമ്മളെ വിധിക്കുന്നതെങ്കിൽ മറ്റു ജാതികളെ വിധിക്കുന്നതിൻ്റെ ഒരു അറിവ് കൂടിയാണ്. നമ്മളെയും ഇതിൻ പ്രകാരമാകാം, നിന്റെ പ്രവൃത്തികളിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമ്മളെ വിധിക്കുന്നത്. ആ വിധിക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഒരു എളിയവനെ, ഒരു ദരിദ്രനെ, ഒരു തള്ളപ്പെട്ടവനെ, ഒരു അഗതിയെ, നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ വേദനയാണ് വലുതെന്ന് ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കുകയാണ്, എന്നേക്കാൾ വേദനിക്കുന്നവർ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നെങ്കിൽ ഇതൊരു ദൈവരാജ്യ അനുഭവമാണെന്നാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നു എന്നുള്ളതെന്ന ഒരു വലിയ വളർച്ചയിലേക്ക് വരുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എളിയവരും ദരിദ്രരുമായവരെ, തള്ളപ്പെട്ടവരെ, ഈ സമൂഹം അവഗണിച്ചവരെ നാം എപ്പോൾ ചേർത്ത് പിടിക്കുമോ, ആ ചേർത്ത് പിടിക്കുന്നവർക്ക് ദൈവം പറഞ്ഞിട്ടുള്ള മനോഹരമായ വാക്കാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകും. ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമതൊരു വേദഭാഗം വായിക്കുവാൻ ഒരു അവസരമുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഈ നാളുകളിലുള്ള നമ്മുടെ ആരാധനക്രമത്തിലെ ഒരു വേദവായനയാണ്. ആ വേദവായന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായവുമായി ബന്ധപ്പെട്ട എന്നെ വളരെയധികം ആകർഷിക്കുകയും
അതെന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു വാക്യമാണ്. ഒരു ശിശുവിനെ അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ നിങ്ങൾ ദരിദ്രരെ സ്നേഹിക്കണമെന്ന് പറയുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 5 മുതലുള്ള വാക്യങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ ഈ ഒരു പ്രബോധനം നമ്മൾ കേൾക്കുകയാണ്. ആ പ്രബോധനം ഇങ്ങനെയാ, എന്താ? നിങ്ങളൊരു ശിശുവിനെ പോലെ ഒരു ദരിദ്രനെ സ്വീകരിച്ചാൽ അവൻ ദൈവരാജ്യ അനുഭവത്തിലേക്ക്, ഇപ്പോൾ നമ്മളോട് പറഞ്ഞു ഒരു ദരിദ്രനെ കരുതുന്നവൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണെന്ന് പറഞ്ഞുവെങ്കിൽ, നമ്മുടെ കർത്താവ് തന്നെ ഒരു പ്രബോധനമായി, ഒരു അറിവായി ഒരു സമൂഹത്തോട് പറയുന്നത് ഇപ്രകാരമാണ്. എന്താ? നിങ്ങളിൽ ഒരു ശിശുവിനെ പോലെ ഒരു ദരിദ്രനെ സ്വീകരിക്കാൻ കഴിയുമോ? വളരെ ശ്രദ്ധേയമാണ്. ഒരു ശിശുവിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് അവൻ തിരിച്ചു തരുമെന്ന് വിചാരിച്ചല്ല. വളരെ സ്നേഹത്തോടാണ് നമ്മൾ ആ കുഞ്ഞിനെ ലാളിക്കുന്നത്. ഒരു ശിശുവിനെ നമ്മൾ ലാളിക്കുന്നതും ആ ശിശുവിന് ആവശ്യമായത് കൊടുക്കുന്നതും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അടുത്ത വീട്ടിലെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ വന്നാലും ഈ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു കൊച്ചു പൈതലിൻ്റെ മനസ്സിൽ നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നിറച്ചിട്ടില്ല എങ്കിൽ ആ കുഞ്ഞ് ഓടി ആരുടെ അടുക്കൽ ചെല്ലും? ആ പാവപ്പെട്ട സ്ത്രീ. അവനെ സംബന്ധിച്ച് അവർ ദരിദ്രരാണെന്നുള്ള തോന്നലില്ല. ഇതൊക്കെ ശിശുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്രിസ്തു പറയുകയാണ്, ഇതുപോലെ ആയിരിക്കണം ദരിദ്രരെ. കാരണം അവൻ ദരിദ്രനാണ്. പക്ഷെ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ ദരിദ്രനാണെന്ന് തോന്നിയല്ല അടുത്ത വീട്ടിലെ സ്ത്രീയോട് ചേർന്ന് പിടിക്കുന്നത്. ഇതുപോലെ ഒരു ദരിദ്രനെ സ്വീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു ശിശുവിൻ്റെ മനോഭാവത്തിലേക്ക് ഒരു ദരിദ്രനെ കാണാൻ, അവൻ തിരിച്ചു തരാൻ ഒന്നുമില്ലാത്തവനാണ് ഒരു കുഞ്ഞ്. ഇതുപോലെ ഒരു ദരിദ്രനെ കാണാൻ കഴിയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാനുള്ള കാരണം, നമ്മുടെ മനസ്സിനെ പലപ്പോഴും അലട്ടും. നമ്മൾ ഈ ലോകത്തൊക്കെ ഇങ്ങനെയൊക്കെ ചാരിറ്റിയും ഈ ധർമ്മങ്ങളും ഒക്കെ ചെയ്താൽ എന്താ? ഞാനും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. ഞാനും ദേവാലയത്തിനൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്, ദേവാലയത്തിന് ഭണ്ഡാരം നിറയ്ക്കണമെന്നതിനേക്കാൾ ഉപരി ഈ സമൂഹത്തിന് എവിടൊക്കെയാണ് ആവശ്യകത, അവിടെ നമ്മളുടെ കൈത്താങ്ങലുകൾ ഉണ്ടാകുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. ഒരുപക്ഷെ ദേവാലയങ്ങൾക്ക് കൊടുക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അതിനേക്കാൾ ഉപരി ഏറിയ ഭാരത്തോട് ജീവിക്കുന്ന ഒരു സമൂഹത്തോട് എൻ്റെയും നിങ്ങളുടെയും പ്രതിബദ്ധത എന്ത് എന്നതിനൊരു ഉത്തരവുണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾക്ക് അങ്ങനൊരു ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ ഒരാളൊരു പണം അയച്ചു തന്നിട്ട് പറഞ്ഞു, അച്ഛനത് ദേവാലയത്തിന് കൊടുക്കണം. ഞാനതുകൊണ്ട് ദേവാലയത്തിൽ കൊടുത്തു. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്തു. എന്തിനാണ് കൊടുക്കേണ്ടത്? ഒരു ദേവാലയത്തിന് ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്നതിനോടൊപ്പം ഞാൻ ചിന്തിച്ചത്, അത് ദേവാലയത്തിൽ ഒരു ചാരിറ്റിയുടെ ഭാഗമായി എഴുതിയിട്ട് ഞാൻ കൊടുത്തു. കാരണം ആ ചാരിറ്റിയുടെ ഭാഗമായത് മാറുമ്പോൾ സന്തോഷിക്കുന്നത് ആ ദൈവസന്നിധിയിലുള്ള ഒരു ആനന്ദമാണ്. ഞാൻ ഈ ആനന്ദത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ആരോ ഒരാൾ നൽകുമ്പോഴും അത് എവിടെയാണ് നൽകേണ്ടതെന്നുള്ള ഒരു ഉത്തരം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലും ഇതെവിടെ ചെയ്യണമെന്നുള്ളൊരു ധാരണയും ചിന്തയും നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ഈ വയനാടിൻ്റെ ദുഃഖകരമായ സംഗതികളൊക്കെ വന്നപ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഇത് കയറി ചെല്ലണം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ക്രിസ്തു പറഞ്ഞു, എളിയവരിൽ ഒരുവന് ചെയ്തത് ദൈവരാജ്യത്തിലേക്കുള്ള നിന്റെ പ്രവേശനത്തിന് ഇടയാകുന്നു. രണ്ടാമത് ഞാൻ ആ വേദഭാഗത്തോട് ചേർന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ഒരു വാക്യം പറയാൻ കാരണം, യേശു ക്രിസ്തു പറയുകയാണ്, ഈ ഒരു ശിശുവിനെ, ഈ ദരിദ്രനെ പോലെ, ഈ ശിശുവിനെ പോലെ ഒരു ദരിദ്രനെ ആരാണോ ചേർത്ത് പിടിക്കുന്നത് അവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. അവിടെ നമ്മുടെ മനസ്സിൽ ഒരു ദരിദ്രനെ കാണുമ്പോൾ ഒരു ശിശുവിനെ കാണാൻ കഴിയും. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഒരു തള്ളപ്പെട്ടവനെ, ഒരു അഗതിയെ കാണുമ്പോൾ, കണ്ണുനീരോടുകൂടി ഇരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിന്റെ കണ്ണുനീരുകൾ കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത്, എങ്ങനെയാണോ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ചിന്തകളും അങ്ങനെയാകണം. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കെന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഈ 18-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ വാക്ക് മാത്രമേ പറയത്തുള്ളൂ. ആ വാക്യങ്ങളിൽ ഒന്ന് വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി. അത്ര അറിവുള്ളതാണ് കർത്താവ് പറഞ്ഞത്. ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ തുച്ഛീകരിക്കരുത്. ആരെങ്കിലും അവർക്ക് ഇടർച്ച വരുത്തിയാൽ, നമ്മൾ പലപ്പോഴും വായിക്കുന്നത് ഏതോ ഇടർച്ച വരുത്തിയാൽ അതിനെ തള്ളിക്കളയണം,
അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് എടുക്കുക, നിന്റെ കാലാണ് അതിന് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ മുറിച്ച് കളയുക എന്നൊക്കെ പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണെന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നിന്റെ കണ്ണ് കളയുക, നിന്റെ കാല് മുറിച്ച് കളയുക. ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നതിന് കണ്ണ് മുറിക്കണമെന്നോ കാല് മുറിക്കണമെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ലിറ്ററലായിട്ട് ചിന്തിച്ചു പോകും. പക്ഷെ യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ ദരിദ്രനെ ശിശുവിനെ പോലെ കൈക്കൊള്ളണം. രണ്ടാമത് പറയുകയാണ്, ഈ ദരിദ്രനെ അങ്ങനെ നിനക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് ആരാണോ നിനക്ക് തടസ്സമായി നിൽക്കുന്നത് അവനെ നീ മാറ്റുക. ഇത് വളരെ വ്യക്തമാണ്. നിന്നെ ഒരു ദരിദ്രനെയോ അഗതിയോ തള്ളപ്പെട്ടവനെയോ നിനക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയാത്ത എന്താണോ നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നത് അതിനെ നീ മാറ്റണം. അതിനുശേഷം കർത്താവ് പറയാണ്, നിന്റെ കണ്ണാണ് ഒരു ദരിദ്രനെ നോക്കുമ്പോൾ ഇവൻ സാധുവാണ്, ഇവന് കാഴ്ചയിൽ ഭംഗിയില്ല, ഇവൻ തള്ളപ്പെട്ടവനാണെന്ന് നിന്റെ കണ്ണാണ് നിന്നോട് പറയുന്നതെങ്കിൽ നിന്റെ മനോഭാവം ആ കണ്ണിനോടുള്ളത് മാറ്റുക. കേവലം അത് മുറിച്ചു കളയുക എന്നുള്ളതല്ല, നിന്റെ കണ്ണിനെ നീ മാറ്റിയെടുക്കണം. എങ്ങനെ? ആ ദരിദ്രനെയും കൂടി കാണുവാനുള്ള ഒരു ശിശുവിനെ കാണുന്ന കണ്ണിനോടുകൂടി ആ ദരിദ്രനെ കാണുന്ന കണ്ണാക്കി മാറ്റുക. അതാണ് കളയാൻ പറഞ്ഞത്. നീ കാഴ്ചയില്ലാത്തവനാകണമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിന്റെ കണ്ണ് ഒരു ശിശുവിനെ കാണുന്നത് പോലെ തള്ളപ്പെട്ടവരെ അഗതിയെയും കാണാനുള്ള കണ്ണ് നീ നിർമ്മിച്ചെടുക്കുക. രണ്ടാമത് പറയുകയാണ്, ഒരു ദരിദ്രന്റെ വീട്ടിലേക്ക് പോകാൻ നിന്റെ കാല് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ കാല് മാറിയിട്ട് നീ ചിന്തിക്കുക, ആ കാലുകൾ ഒരു ദരിദ്രന് വേണ്ടി തള്ളപ്പെട്ടവന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി നീ ഉപയോഗിക്കുക. എത്ര മനോഹരമാണ് ക്രിസ്തുവിൻ്റെ ഈ പ്രബോധനമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മൾ പലപ്പോഴും, ഞാൻ ആദ്യമൊക്കെ വായിക്കും, വിചാരിക്കും കണ്ണ് കളഞ്ഞാൽ സ്വർഗത്തിൽ പോവുമോ, കാല് വെട്ടിയാൽ പോകുമോ? കർത്താവ് പറഞ്ഞത്, ഒരു ദരിദ്രനെ സ്വീകരിക്കാൻ വേണ്ടി, ഒരു തള്ളപ്പെട്ടവനെ സ്വീകരിക്കാൻ വേണ്ടി, ഒരു അഗതിയെ സ്വീകരിക്കാൻ വേണ്ടി നിനക്കേതാണോ തടസ്സമായിരിക്കുന്നത്, അത് വ്യക്തിയാകാം, അവനെ മാറ്റിവെക്കുക. അത് നിന്റെ ജീവിതത്തിലെ പല പല സൗകര്യങ്ങളാകാം, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഈ മനോഹരമായ വാക്ക് എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. അതുകൊണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് പഠിപ്പിക്കുന്നത് ഈ മനോഹരമായ വാക്കുകളിൽ ഇങ്ങനെ പറയുകയാണ്, നീ ജീവിതത്തിൽ ദൈവരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ നിനക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് നിന്റെ സാമൂഹിക പ്രതിബദ്ധതയും അതിൻ്റെ പ്രവൃത്തികളും. ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു വേദഭാഗത്തിലേക്ക് പോയി. ആ വേദഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. ആ വേദഭാഗം മറ്റൊന്നുമല്ല, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഉള്ള പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ആ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ജീസസ് ഹീൽസ് എ സെഞ്ചൂറിയൻ സെർവൻ്റ് എന്ന യേശുക്രിസ്തു ഒരു ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ശതാധിപനെ ഒന്ന് നോക്കി. ഈ ശതാധിപനിൽ യേശുക്രിസ്തു പറഞ്ഞ, ഞാനിപ്പോൾ പറഞ്ഞ 3 പ്രബോധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? ഞാനിപ്പോൾ പറഞ്ഞു, കണ്ണ്, അവൻ്റെ കാല്, അല്ലെങ്കിൽ ആ സമൂഹത്തിലേക്ക് അവൻ്റെ വലിയ ഉയർച്ചകൾ, ഈ പദവികളെല്ലാം ഉള്ള ഒരു മനുഷ്യനാണ് ശതാധിപൻ. ഈ ശതാധിപൻ എന്ന് പറഞ്ഞ പേരല്ല, ഒരു റോമൻ, അതായത് റോമൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ ശരിക്കും വായിച്ചാൽ റോമൻ മിലിറ്ററി ഒരു ഓഫീസറാണ് യഥാർത്ഥത്തിൽ ശതാധിപൻ. നമ്മൾ വിചാരിക്കുന്ന ഒരു പേരാണ്. നമ്മളൊന്നും ദശം ശതം എന്ന് പറഞ്ഞാൽ എന്താ, 10, 100 എന്നാ. 100 പേർക്ക് അധിപനായിരിക്കുന്ന ഒരു ഓഫീസറുടെ പേരാണ് നമ്മൾ ചുമ്മാ എപ്പോഴും വിചാരിക്കും സെഞ്ചൂറിയൻ. അതിനാ സെൻറ്റ് അങ്ങനെ പറയുന്നത്. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്ര? 100 എന്നാ. അപ്പോൾ 100 പേർക്ക് അധിപനായിരിക്കുന്ന ഒരു പട്ടാളത്തിൻ്റെ മേധാവിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വേദഭാഗം നിങ്ങൾക്ക് അറിയാം. 8-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ഒരു ശതാധിപൻ കഫർനാഹൂമിൽ യേശുക്രിസ്തു വരുന്നു എന്നറിഞ്ഞ് അവിടെ കാത്തിരുന്നു. അവൻ വന്നു,
അവൻ വന്ന് യേശുക്രിസ്തുവിനോട് പറയുന്നു, എൻ്റെ ദാസൻ പക്ഷവാതം പിടിച്ച് കിടക്കുകയാണ്, നീ എന്നെ സുഖപ്പെടുത്തണം. കർത്താവ് അവനോടൊരു മറുപടി പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യം നൽകാം. അപ്പോൾ അവനൊരു മറുപടി പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ പോകും, മറ്റൊരുവനോട് വരുവാൻ പറഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ശ്രേഷ്ഠനായ മനുഷ്യനാ. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവനോട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞവ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് പന്തിക്കിരിക്കും എന്നൊരു മനോഹരമായ വാക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശതാധിപനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാ, നിന്റെ ദാസന് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സൗഖ്യമുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പറയുന്നത് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്ത് യേശുക്രിസ്തു ഒരു കാര്യം കൂടി പറഞ്ഞു. ആ വാക്യമാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ എളിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എന്താ? ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. എളിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നത് അത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. എന്നാൽ യേശുക്രിസ്തു ഈ ശതാധിപൻ ഈ ദാസന് വേണ്ടി വന്ന് തന്നോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് എന്താ? ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് പന്തിയിലിരിക്കും. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യഹൂദനായിരിക്കുന്നവനെ കുറിച്ചല്ല. ഈ സെഞ്ചൂറിയൻ, ഈ ശതാധിപനായി വിജാതീയനായി മനുഷ്യനെ കുറിച്ച്, റോമൻ സമൂഹത്തിന്റെ തലവനായിരിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ എന്താ പറഞ്ഞത്? അവൻ വന്നത് സൗഖ്യം തൻ്റെ ദാസന് വേണ്ടി. യേശുക്രിസ്തു പറയുകയാണ്, ഈ പറയുന്ന ദാസന് വേണ്ടി വന്ന ഇവൻ ആരാ? ഈ ശതാധിപൻ ദൈവരാജ്യത്തിൽ ആരുടെ കൂടി ഇരിക്കുമെന്ന? നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ മാത്രം സ്വർഗത്തിൽ പോകുമെന്നൊക്കെ ആണെങ്കിൽ വേദപുസ്തകം അങ്ങനെയൊന്നും അല്ല പറയുന്നത്. വേദപുസ്തകം പറയുന്നത് മറ്റൊരു തലത്തിലാണ്. ഇവർ പറയുകയാണ്, ഇവനെ പോലുള്ളവർ ആരാണോ അവൻ്റെ ദാസന് വേണ്ടി പ്രവർത്തിക്കുവാനെന്ന് ഇവൻ എവിടെ പ്രവർത്തിക്കുമെന്നാ? നമ്മളെല്ലാവരും എടുക്കുന്നത് ആ ശതാധിപന്റെ വിശ്വാസം മാത്രമാണ്. യേശുക്രിസ്തു പറയുകയാണ്, ശതാധിപന്റെ വിശ്വാസം വലുതാണെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം കർത്താവ് പറയുകയാണ്, ഈ ദാസന് വേണ്ടി, അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി തൻ്റെ അടുക്കൽ വന്ന ഈ ശതാധിപൻ ദൈവരാജ്യത്തിൽ ഉണ്ടാകും. എന്നെ എന്താ ആകർഷിച്ചതറിയോ? ഈ വേദഭാഗത്ത് യേശുക്രിസ്തു പറഞ്ഞ 3 വാക്കുകളാണ്. അവൻ്റെ കണ്ണ് നോക്കി, എൻ്റെ വീട്ടിൽ ദാസവേല ചെയ്യുന്നവനാണ്, ഒരു പടയാളിയാണ്, ഒരു സാധാരണ മനുഷ്യനാണ് രോഗിയായി കിടക്കുന്നതെങ്കിൽ അവൻ്റെ കണ്ണിൽ അവൻ കണ്ടത് തൻ്റെ ഒരു സ്നേഹിതനായി, തൻ്റെ ഒരു കൂടപ്പിറപ്പായി, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന പടയാളിയെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു. ഇതാണ് ആ മനോഭാവത്തിൻ്റെ വിത്ത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കണ്ണ് പിഴുത് കളയുകയല്ല, കണ്ണിൻ്റെ മനോഭാവം മാറ്റുക. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഒന്നാമത്തെ ഹിൻഡ്രൻസ് ഒരു തടസ്സമായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു ദരിദ്രനെ ചേർത്ത് പിടിക്കുന്നതിന് എന്താണോ നിനക്ക് തടസ്സം, ഇതിനെ മാറ്റാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ എന്താണ് ഈ ശതാധിപന്റെ ഒരു ഗുണമായി കർത്താവിനെ ഞാൻ വായിച്ചത് ഇങ്ങനെയാ, കർത്താവിൻ്റെ വാക്കുകളിലൂടെ ഞാൻ വായിച്ചത് ഇങ്ങനെയാ. എന്താ? തൻ്റെ കണ്ണുകൾ ഒരു ദാസനെ കാണുന്നതിൽ എന്താ? വർഷങ്ങളായി കിടക്കുക. നമ്മൾ വിചാരിക്കും എത്ര എണ്ണത്തെ മേടിക്കാം. ഇന്നാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പോഴത്തെ ആധുനിക IT പ്രൊഫഷനാണെങ്കിൽ ഇച്ചിരി കഴിവ് കൂടിക്കേ, ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ തട്ടിക്കളഞ്ഞേച്ച് അതേ അവന് 2 ലക്ഷം കൊടുക്കുന്നെങ്കിൽ 10 എണ്ണത്തെ 20,000 എടുത്താൽ അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാം. പക്ഷേ ദാസനെ കുറിച്ച് ശതാധിപൻ ചിന്തിച്ചത് അങ്ങനെയല്ല. അവന് പകരം 10 പടയാളികളെ എടുക്കാം. പക്ഷേ ശതാധിപൻ ചെയ്യുന്നത്, അവനെ തൻ്റെ ഹൃദയത്തിൽ സ്നേഹിച്ച ആ കണ്ണിൻ്റെ മനോഭാവത്തെ അവൻ മാറ്റി. എന്താ ചെയ്തത്? തൻ്റെ കണ്ണുകൾ കൊണ്ട് ആ ദാസൻ എപ്പോഴെങ്കിലും ആ ഭവനത്തിലോ ആ സമൂഹത്തിലോ കിടക്കുമ്പോൾ
താൻ അവിടെ ചെന്ന് നോക്കുന്നു. പക്ഷെ അവൻ അറിയുന്നു ക്രിസ്തുവെന്ന ഒരു രക്ഷിതാവ്, രോഗസൗഖ്യത്തിന്റെ നാഥനുണ്ട് ഈ ലോകത്ത്. ആ നാഥന്റെ അടുക്കൽ ഞാൻ പോയി എൻ്റെ ദാസന്റെ വേദന പറയും. ഒന്ന് ശ്രദ്ധിച്ചേ, തൻ്റെ കണ്ണുകൾ കൊണ്ട് ഈ സാധാരണപ്പെട്ട ഈ ദാസനെ, തൻ്റെ കീഴിൽ 100 പേരിൽ ഒരാളായി ജോലി ചെയ്യുന്ന ഈ മനുഷ്യനെ ഈ ശതാധിപൻ കണ്ടത് തൻ്റെ ഒരു സ്നേഹിതനായി, തൻ്റെ ഒരു സഹോദരനായി, തൻ്റെ ഒരു കൂടപ്പിറപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ കണ്ണ് നിന്നെ കിടർച്ച വരുത്തുന്നു. ഒരു ദരിദ്രനെ സ്നേഹിക്കാനോ തള്ളപ്പെട്ടവനെ ചേർത്ത് പിടിക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ചിന്തയിലുള്ള കണ്ണിൻ്റെ മനോഭാവത്തെ മാറ്റുക. രണ്ടാമത് പറയുകയാണ്, കർത്താവ് പറഞ്ഞില്ലേ, കാലിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ കാല് ഇടർച്ച വരുത്തിയ വെട്ടണം. കർത്താവ് എന്താ പറഞ്ഞത്? ഇവൻ ഈ ദാസന് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നു വന്ന് ഇവൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയാണ് കർത്താവിൻ്റെ ഈ മനോഹരം. അതിനേക്കാൾ ഉപരി താൻ ഉയർന്നിരുന്ന ഒരു അധികാരത്തിൻ്റെ കസേരയുണ്ടല്ലോ, അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്ന് അദ്ദേഹം സംസാരിക്കുകയല്ല. ആ അധികാരത്തിൻ്റെ ഗർവുകൾ ഉപേക്ഷിച്ച് അദ്ദേഹം ആരുടെ അടുക്കൽ വന്നു? ആരുടെ അടുക്കൽ വന്നു? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. ഈ വാക്കുകൾ 3 കൂടെ വായിച്ചപ്പോഴാണ് എനിക്ക് വലിയൊരു ആനന്ദം തോന്നി. യേശു ക്രിസ്തു പറയുകയാണ്, നിനക്ക് ആരെങ്കിലും ഇടർച്ച വരുത്തുന്നെങ്കിൽ അവനെ തിരിക്കല്ല് കെട്ടി സമുദ്രത്തിൽ എറിയാനും, നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ പിഴുതു കളയാനും, കാലാണെങ്കിൽ അത് മുറിച്ചു കളയാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ശതാധിപനെ നോക്കിയപ്പോൾ അവന് തൻ്റെ അധികാരത്തിൻ്റെ കസേരകൾ, താൻ ഇത്രയും പേർക്ക് അധികാരിയായിരിക്കുന്നു എന്നത് ചിന്തിച്ചവൻ മാറി നിന്നില്ല. അവൻ്റെ അധികാരം അവനെ ഈ സമൂഹത്തിൽ നിന്നും, തൻ്റെ സ്നേഹിതരിൽ നിന്നും, തൻ്റെ ദാസന്മാരിൽ നിന്നും മാറ്റി നിർത്തിയില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ കണ്ണുകൾ കൊണ്ട് ദരിദ്രനെ കാണാനുള്ള കഴിവ് അവന് ഉണ്ടായി. തൻ്റെ കണ്ണുകൾ കൊണ്ട് ആ ദാസന് വേണ്ടി ദൈവസന്നിധിയിൽ പോകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ശതാധിപനെ കുറിച്ച് പറയുകയാണ്. എന്താ പറഞ്ഞത്? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ ആരുടെ കൂടെ? അബ്രഹാമിൻ്റെ കൂടെയും ഇസഹാക്കിൻ്റെ കൂടെയും യാക്കോബ്. നമ്മുടെ പ്രാർത്ഥനയിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബ്. ആരാ പോകുന്നത്? നമ്മൾ ചെല്ലണം. യേശു ക്രിസ്തു ഇപ്പോൾ പറഞ്ഞത് എന്താ? ശതാധിപനായ വിജാതീയനായ ഈ മനുഷ്യൻ ആരുടെ കൂടി ഇരിക്കുമെന്നാ? നമുക്കൊരല്പം ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. പക്ഷെ വേദപുസ്തകം ഇങ്ങനെയൊക്കെ പറയുന്നു. നമ്മൾ അറിയാതെ മതചിന്തകളിൽ കുടുങ്ങി ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മുടേതാണ് അബ്രഹാം, നമ്മുടേതാണ് ഇസ്ഹാക്ക്, നമ്മുടേതാണ് യാക്കോബ്. ശരി, പക്ഷേ അബ്രഹാമിലേക്കോ ഇസ്ഹാക്കിലേക്കോ യാക്കോബിലേക്കോ ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഈ ശതാധിപനെ നോക്കിയിട്ട് പറയാണ്, ഇവൻ അബ്രഹാമിലേക്കും ഇസ്ഹാക്കിലേക്കും യാക്കോബിലേക്കും ഉയരുവാൻ ഈ ശതാധിപന് കഴിഞ്ഞു എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെ ഒന്ന് അന്വേഷിക്കണമെന്നാണ് എനിക്ക് ആ മുഖത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് കർത്താവ് ഈ മനുഷ്യൻ്റെ കഥ പറഞ്ഞു. ആരുടെയാ? ഒരു ശതാധിപനും അവൻ്റെ ദാസനെ കുറിച്ച്. അതിൻ്റെ ഈ ആദ്യ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. എന്നാൽ ഈ വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് വരാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, കഫർനാഹൂമിൽ യേശു ക്രിസ്തു എത്തി എന്നറിഞ്ഞ് ആര് വന്നു? ഈ ശതാധിപൻ യേശുവിനെ അന്വേഷിച്ച് വന്നു. ഇവിടെ എനിക്ക് പലപ്പോഴും നമ്മൾ പറയും, നമ്മുടെ ജീവിതത്തിൽ ദൈവമുണ്ടോ? ഇത് വലിയൊരു ചോദ്യമാണ്. കഫർനാഹൂമിൽ യേശു ക്രിസ്തു വരുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നയാളാണ് ആര്? ഈ ശതാധിപൻ. എന്താ കാര്യമെന്നറിയാവോ? അവനറിയാം, ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ഒരു ദാസന്റെ സൗഖ്യമാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് നന്മയുടെ ആവശ്യമായതുകൊണ്ട് നന്മയുടെ ദാതാവായ ദൈവം ആ സ്ഥലത്ത് ഇറങ്ങി വരും. ഇനി ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാകാം. പലരും പറയും, എൻ്റെ ജീവിതത്തിൽ ദൈവം വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ശതാധിപനെ പോലൊരു വിശ്വാസത്തിലേക്ക് വന്നേ, ഞാൻ ചിന്തിക്കുന്നത് നന്മയാണ്,
ആ നന്മയെ കാണാൻ എൻ്റെ ദൈവം വരും എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരങ്ങൾ നിങ്ങൾ ഒരുക്കിയെങ്കിൽ, നിശ്ചയമായും നിങ്ങൾ അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷയോട് കടന്നു വരും. നിങ്ങൾക്കറിയാം, 2 വാർദ്ധക്യമുള്ള മനുഷ്യർ യെരുശലേം ദേവാലയത്തിൽ ജീവിച്ചിരുന്നു. വൃദ്ധനായ ശീമോനും വൃദ്ധനായ ഹന്നയും. അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താ? രക്ഷകനായി ദൈവത്തെ കണ്ടതിന് ശേഷമേ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. പക്ഷെ ആ പ്രതീക്ഷ അവർ കണ്ടുമുട്ടില്ല. 84 വർഷവും 70 വർഷവും ഒക്കെ കഴിഞ്ഞിട്ടും അവരുടെ പ്രതീക്ഷ, എൻ്റെ നാഥൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഒരു നന്മയാ. എന്താ? എൻ്റെ രക്ഷകനെ കാണും. അത് നന്മയാ. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ദൈവം പ്രതീക്ഷയോടെ ഇടപെടണമെങ്കിൽ എന്താ ഉത്തരം? അതിന് നന്മയുടെ ചില ആഗ്രഹങ്ങളോടുകൂടി നിങ്ങൾ നിന്നാൽ ആ പ്രതീക്ഷയിൽ ദൈവം എപ്പോഴും കടന്നു വരും. ഇവിടെ ദാസന്റെ സൗഖ്യത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്നവനാണ് ആര്? എപ്പോഴെങ്കിലും അവൻ ചിന്തിച്ച നന്മ തെറ്റാണോ? അല്ല. അവൻ ചിന്തിച്ചു, ആ ദാസൻ വരും, ആ ദാസന്റെ സൗഖ്യത്തിനായി ഞാൻ ആഗ്രഹിക്കുന്ന അവന്റെ ദാസന്റെ സൗഖ്യമാണ്. അതുകൊണ്ട് നിശ്ചയമായും ദൈവം എവിടെ വരും? യേശുക്രിസ്തു കഫർനാഹൂമിൽ എത്തുമെന്ന് ആർക്കറിയാം? ശതാധിപൻ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇറങ്ങി വരണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നവയിൽ ഒരു നന്മയുണ്ടാകണം. അങ്ങനെ നിശ്ചയമായൊരു നന്മയുണ്ടെങ്കിൽ ദൈവം പ്രതീക്ഷയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങൾ പറയും, അച്ഛാ ഞങ്ങൾ പ്രതീക്ഷയോടിരിക്കുന്നത് ഈ രോഗസൗഖ്യം വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ചില നന്മകളാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നെങ്കിൽ അതൊരു അവസരമാണ് ദൈവത്തിന് ആ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ എന്തു വേണമെന്നുള്ളതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. എന്നാൽ ഈ വേദഭാഗത്ത് തന്നെ പറയുകയാണ്, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ബാല്യക്കാരനെ അവൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്നു. ഇതൊരു വലിയ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ 100 പേര് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ല ബോധം കാണോ ഇത് ആരാന്ന് വല്ലോ? ഇവിടെ പറയുകയാണ്, തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന തൻ്റെ പടയാളികളിൽ ഒരുവനായ ഈ ദാസനെ വളരെ വ്യക്തതയോടുകൂടി ആരറിഞ്ഞിരുന്നു എന്നാ. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ തുടക്കം മുതൽ നമ്മളൊരാളെ ഒരു പള്ളി ആദ്യമായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വരുന്ന ഒരു 30 ഫാമിലി ആണെങ്കിൽ നമ്മൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരുടെ പേരുകളെ കാര്യങ്ങളെല്ലാം അതുപോലെ മനസ്സിൽ വെക്കും. ഇതുപോലെയാണ് ശതാധിപൻ ഒരാളെ എടുക്കുമ്പോൾ അവൻ്റെ വീടിൻ്റെ സാഹചര്യം എന്താണ്, അവൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവൻ്റെ ദുഃഖം എന്താണ്, പ്രയാസമെന്ത് എന്ന അനുദിനം അവരുടെ അടുക്കലൂടെ കടന്നു എന്ന് കേവലം അധികാരിയായി മുകളിലിരിക്കുകയല്ല, അധികാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് താഴോട്ട് വന്ന് ഈ ദാസരുടെ വേദനകളിലും ദുഃഖങ്ങളിലും ആവശ്യങ്ങളിലും കടന്നു ചെല്ലുന്ന ഒരു മനോഭാവം ആർക്കുണ്ട്? അതുകൊണ്ടാണ് അവൻ പറയുന്നത്, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവ ദാസനെ ആർക്കറിയാം? ശതാധിപൻ അറിയാമെന്നുള്ളതാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയൊക്കെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം. നമുക്കെല്ലാം ദൈവത്തെക്കുറിച്ച് ഒരു അറിവുണ്ട്. യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതല്ല പറയേണ്ടത്. എന്താ? യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു, കന്യകയുടെ പുത്രനാണ്, ആട്ടിടയന്മാർ വന്നു, അവിടെ കഴിഞ്ഞിട്ട് പിന്നെന്ത് പറയരുത്, മുകളിൽ നിന്ന് അല്ലെങ്കിൽ വിദ്വാൻമാർ വന്നു, ഈ പുള്ളി അവിടെ കൂടെ രോഗസൗഖ്യമൊക്കെ നടത്തി. പക്ഷേ യേശുക്രിസ്തു പറയുകയാണ്, നോയിങ് ഗോഡ് എന്നുള്ളതല്ല വേണ്ടത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവത്തെയാണ് ലോകത്തോട് കൊടുക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഈ ശതാധിപൻ വന്നപ്പോൾ കർത്താവ് കേട്ടത്, അവൻ്റെ ജീവിതത്തിൽ വേദനിക്കുന്ന ഈ ദാസനെ വഹിച്ചുകൊണ്ടാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് ദൈവസന്നദ്ധിയിൽ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും പറയുകയാണ്, നിങ്ങൾ അവിടെ പോകുമ്പോൾ എൻ്റെ ജീവിതമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണേണ്ടത്. അതാണ് ദൈവത്തെ അനുഭവിച്ച നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അല്ലേ? നമുക്കെല്ലാം എന്താ പറയുക, വേദപുസ്തകം എടുത്ത് വായിക്കുക, ഒരറിവാണ് ദൈവം ആരാണ്,
ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധ റൂഹയാണ്, വേണ്ടാന്നല്ല. ഇതൊക്കെ ദൈവശാസ്ത്രമാണ്. പക്ഷേ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധ റൂഹായ ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെയാണ് കൊണ്ടുപോകേണ്ടത്. എന്താണെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൈകളിൽ ഭാണ്ഡം വേണ്ട, നിങ്ങൾക്ക് ഒരു വസ്ത്രം മതി, നിങ്ങൾ അധികം ചെരുപ്പുകളൊന്നും ധരിക്കേണ്ട. എത്ര രസകരമായിട്ടാ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. എൻ്റെ ജീവിതമായിരിക്കണം നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരികയില്ല. പക്ഷെ ലോകം നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വലിയ ദൂരം ഉണ്ടാവുകയില്ല. അപ്പോൾ യേശുക്രിസ്തു ഈ ശതാധിപനിലൂടെ ഞാൻ വായിച്ചതും പഠിച്ചതും ഇപ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്? ശതാധിപനെ നോക്കിയിട്ട് പറയുകയാണ്, തൻ്റെ ദാസന് വേണ്ടി ശതാധിപൻ വന്നപ്പോൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവനെ കേവലം അറിയുകയല്ല, അവൻ്റെ ജീവിതം എന്താണെന്ന് അനുഭവിച്ചത് ദൈവസന്നിധിയിൽ പറയാനാണ് ആര് വന്നത്? ശതാധിപൻ വന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെക്കുറിച്ചുമൊക്കെ അവൻ ഇന്നതാ, പക്ഷെ അവൻ്റെ ജീവിതം എന്താണെന്നറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരോടും നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് അറിയുന്നതല്ല, ആ ജീവിതം എന്താണെന്നറിയണം. ഇതൊരു ജീവിതഗന്ധിയായി നിങ്ങൾക്ക് അനുഭവപ്പെടണം. ഇവിടെയാണ് ഈ ശതാധിപനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. യേശുക്രിസ്തു അവനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എത്ര മനോഹരമായി അവൻ്റെ ഉള്ളു വായിച്ചിട്ടാ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. തൻ്റെ മനസ്സിലെ ചിന്ത നന്മയാകയാൽ, ഒരു ദാസന്റെ സൗഖ്യമാകയാൽ അവൻ കാത്തിരുന്നു. ദൈവം വരും നിശ്ചയമായും. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നന്മയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുക, ദൈവം ഇടപെടും. രണ്ടാമത് യേശുക്രിസ്തു തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവനെ അറിയുന്നു എന്ന് പറഞ്ഞു. കേവലം അറിയുക, ദൈവത്തെ നമ്മൾ അറിയുകയല്ല, അറിവ് കൊണ്ട് അറിയുകയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഭവിച്ചറിയണമെന്നുള്ളതാണ് കർത്താവിൻ്റെ മനോഹരമായ വാക്ക് എന്നുള്ളത് ഓർക്കണം. എന്നാൽ ഈ വേദഭാഗത്ത് കാണുന്നത് ദാസന്റെ രോഗം, ആ വേദനയുടെ ദുഃഖം തൻ്റെ ജീവിതത്തെ സ്പർശിച്ചു എന്നുള്ളതാണ്. ഇല്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അപരൻ്റെ ദുഃഖം, ഇപ്പം നമ്മൾ വയനാടിൻ്റെ കാര്യം ആദ്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നമ്മളിലൊക്കെ ഒത്തിരി ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ടി വി കാണുമ്പം ചിലപ്പം നമുക്ക് തോന്നും ദുഃഖമുണ്ട്. പക്ഷെ ഇത് നമ്മുടെ സ്വന്തക്കാരല്ല. എപ്പോഴാണ് അവർ സ്വന്തമാകുന്നത്? അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിർമ്മിച്ചവരെല്ലാം എൻ്റെ മക്കളാണ്, ഈ ലോകത്തുള്ളതെല്ലാം എൻ്റെ മക്കളാണ്. നമ്മളെപ്പോഴും എൻ്റെ മോൻ പോയില്ല, എൻ്റെ മോള് പോയില്ല, എൻ്റെ സഹോദരങ്ങൾ പോയില്ല. ഇവിടെയാണ് നമ്മളുടെ ബന്ധം നിൽക്കുന്നത്. ഈ ശതാധിപനെ നോക്കിയാൽ അറിയാം, ശതാധിപൻ്റെ വീട്ടിലെ ആരേലും ആണോ? ഈ ദാസനാണോ? അല്ല. ഞാൻ എന്തിനാണ് ഈ മനോഭാവം പറഞ്ഞത്? ദാസന്റെ രോഗം, ആ വേദനയുടെ ദുഃഖം തൻ്റെ ജീവിതത്തെ സ്പർശിച്ചു. ഞാൻ ഈ വിവാഹ ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഈ വധൂവരന്മാരോട് പറയും, യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കാണ്, ഇനി ഇവർ രണ്ടല്ല ഒന്നാണ്. പിന്നെയും തിരിച്ചു പോകുമ്പോൾ രണ്ടും കൂടെ പോകുന്നത് അല്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് എന്താ? ഇനി ഇവർ രണ്ടല്ല, അങ്ങനല്ലേ? ഇനി മേലിൽ ഇവർ രണ്ടല്ല ഒന്നാണ്. ഞാൻ ഒത്തിരി നാൾ ആലോചിച്ചടേ, ഇതെങ്ങനെയാണ് രണ്ട്? ശുശ്രൂഷയുടെ കൂദാശയുടെ ഭാഗമായിട്ട് പറയുന്ന ഒരു വാക്കാകാം, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യമാണത്. ഇനിയും അവർ രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കൈക്കൊരു വേദന വന്നാൽ വേദന ആർക്ക് തോന്നണം? അവൻ കെട്ടിയവൾക്ക് തോന്നണം, ഭാര്യയ്ക്ക് തോന്നണം. ഭാര്യയ്ക്കൊരു ആവശ്യം ഉണ്ടായത് അത് ആർക്ക് തോന്നണം? അതാ കർത്താവ് പറഞ്ഞു. അവരുടെ ആവശ്യം അതുപോലെ തന്നെ മറ്റൊരാൾക്ക് എപ്പോൾ തോന്നുമോ അപ്പോഴാണ് രണ്ടുപേർ. അങ്ങനെയാണെങ്കിൽ ഇനിയും പറയുന്ന വലിയ വിഷയം ഉണ്ടാക്കും. എന്താ? ഒരു ഫോൺ രണ്ടുപേർക്കും എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരുടെയും ഫോൺ, ഒരാളുടെ ഫോൺ അപ്പനും എടുക്കാം, ഭാര്യയുടെ ഫോൺ ഭർത്താവിനും എടുക്കാം. അപ്പോഴാണ് വിഷയം ആരംഭിക്കുക. ബാങ്ക് എന്നൊക്കെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാച്ച്. ഇവിടെ കർത്താവ് പറഞ്ഞു ഇനി അവർ രണ്ടല്ല ഒന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഇച്ചിരി പ്രശ്നമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം ഈ മനോഭാവത്തിലാണ് ഞാൻ ശതാധിപനെ ഇഷ്ടപ്പെട്ടത്. തൻ്റെ ദാസന്റെ വേദന തൻ്റെ വേദനയായി തോന്നി. തൻ്റെ 100 പേരിൽ ഒരാളായ പടയാളിയുടെ അവൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായി ആർക്ക് തോന്നി? ശതാധിപൻ അനുഭവപ്പെട്ടു. അതുകൊണ്ട് നമ്മളും ചിന്തിക്കണം, നമ്മുടെ ഭാര്യയുടെ ദുഃഖം വല്ലതും നമുക്ക് തോന്നിയിട്ടുണ്ടോ?
നമ്മുടെ മക്കളുടെ ദുഃഖമൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ? ഇതിലൽപ്പം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ശതാധിപൻ്റെ ദാസൻ്റെ ദുഃഖം ശതാധിപന് സ്വന്തമെന്ന് തോന്നിയതുപോലെയുള്ള ഒരു യാത്രയാണ്. എന്നാൽ ഈ വേദഭാഗത്ത് അറിയുന്ന മറ്റൊരു കാര്യം, ക്രിസ്തുവ് ശതാധിപൻ്റെ മനോഭാവം മനസ്സിലാക്കിയെന്നാ. ഇല്ലേ, നമ്മൾ വിചാരിക്കും നിങ്ങളെല്ലാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോകുന്നതൊന്നും ആര് കാണുന്നില്ലെന്നാ. നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ? നിങ്ങളുടെ ഉള്ളിലെ മനോഭാവമാണ് ആര് നോക്കുന്നത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എല്ലാവരും കാണുക പ്രാർത്ഥിച്ചാലും ഞാൻ തരത്തില്ല, അറയ്ക്കകത്ത് കയറി പ്രാർത്ഥിച്ചാൽ തരാം. നീ എന്തെങ്കിലും ധർമ്മം ചെയ്താൽ തരത്തില്ല, പക്ഷെ നീ ഉള്ളിൽ ആരും അറിയാതെ ചെയ്താൽ തരാം. എന്താ അതിനർത്ഥം? നമ്മുടെ മനോഭാവത്തെയാണ് കർത്താവ്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം നോക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ അളവുകോൽ നിങ്ങൾ പറയുന്ന അധരങ്ങളുടെ ശബ്ദമല്ല. നിങ്ങളുടെ കണ്ണുനീരുകളൊക്കെ കാണുമ്പോൾ കർത്താവ് മനസ്സലിയുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ശതാധിപൻ വന്നപ്പോൾ അവൻ്റെ ഉള്ളിലെ മനോഭാവം ഒരു സമൂഹം അറിയാൻ വേണ്ടി ഞാൻ ഒരു ദാസന് വേണ്ടി വന്നവനാണെന്നല്ല ശതാധിപൻ പറയുന്നത്. അവൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് ആര് വരുന്നത്? ഈ ശതാധിപൻ വരുന്നത്. നിങ്ങളും ഇത് ഓർക്കണം. നാം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അപേക്ഷ, ഇതെല്ലാം ഏത് മനോഭാവത്തോടു കൂടിയാണെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഈ ശതാധിപനെ ഞാൻ ഇഷ്ടപ്പെട്ടതാ. അവൻ്റെ മനോഭാവം, ചിന്ത, അവൻ്റെ അപേക്ഷയെല്ലാം എവിടുന്നാ? ഉള്ളിൽ നിന്ന് വന്നതാ. നമ്മുടെ മനോഭാവത്തെയാണ് ദൈവം, അല്ലായെങ്കിൽ ദൈവം എല്ലാത്തിനും ഇടപെടത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് എളുപ്പം പറഞ്ഞത് ശതാധിപനോട്, നിന്റെ വിശ്വാസം ഇവിടെയുള്ള സർവ്വരേക്കാൾ വലുതാണെന്ന്. കാരണം അത്രമാത്രം അവൻ്റെ മനോഭാവത്തെ ആര് മനസ്സിലാക്കി? യേശു ക്രിസ്തു അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ ഹൃദയങ്ങളെ അറിയുന്നവൻ്റെ മുമ്പാകെയാണ്, ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിൽക്കുന്നതെന്നാണ് വിവാഹ ശുശ്രൂഷയിൽ പറയുന്നത്. ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ മുമ്പാകെയാണ്, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഞാൻ പള്ളിയിൽ എല്ലാ ആഴ്ചയും പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാ. പക്ഷേ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. ശതാധിപൻ ദാസന് വേണ്ടി വന്നപ്പോൾ ശതാധിപൻ്റെ ഉള്ളിലെ മനോഭാവം ആര് നോക്കി? വേദപുസ്തകത്തിൽ മനോഭാവം നോക്കിയെന്നൊന്നുമില്ല, പക്ഷേ യേശു ക്രിസ്തു ആ മനോഭാവം നോക്കി. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ, ഞാനും നിൽക്കുമ്പോൾ, ഞാൻ ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവം എൻ്റെ മനോഭാവവും നോക്കുന്നുണ്ട്. അവിടെയാണ് യേശു ക്രിസ്തു ഈ ശതാധിപനെ കുറിച്ച് മത്തായി ശ്ലീഹ പറയുമ്പോൾ ക്രിസ്തു ശതാധിപൻ്റെ മനോഭാവം നോക്കിയെന്ന് ഞാൻ വായിച്ചത്. എന്നാൽ ഇവിടെ പറയുകയാണ് ശതാധിപൻ്റെ വിശ്വാസം വലുതാ. അവൻ പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന്. അതാണ് ആരുടെ വിശ്വാസം? ശതാധിപൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹം എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ പോകും, മറ്റൊരുവനോട് വരാൻ പറഞ്ഞാൽ വരും, എൻ്റെ ദാസനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. യേശു ക്രിസ്തു പറയുകയാണ്, ഇവൻ വലിയവനാ, ഇവൻ്റെ വിശ്വാസം ശ്രേഷ്ഠമാണ്. ഇവിടെയാണ് കർത്താവ് പഠിപ്പിച്ച ദാസൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ തക്കവണ്ണം ഞാൻ യോഗ്യനല്ല. നീ എൻ്റെ ഭവനത്തിൽ വരാൻ തക്കവണ്ണം എനിക്ക് വലിയ സൗധങ്ങളുണ്ടാകാം, എനിക്ക് വലിയ കൊട്ടാരങ്ങളുണ്ടാകാം, പക്ഷേ നീ എൻ്റെ വീടിനകത്ത് വരാൻ അതിലേക്ക് ഞാൻ വരുമ്പോൾ ഈ വേദഭാഗത്തെ ഒന്ന് നോക്കുക. എന്താ പറയുന്നത്? ശതാധിപൻ്റെ വിശ്വാസം വലുതാണ്. എന്താ ശതാധിപനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞെന്നറിയോ? ശതാധിപൻ പറയുകയാണ്, ഞാൻ അധികാരമൊക്കെ ഉണ്ട്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, എല്ലാം ശരിയാ, പക്ഷെ ഞാൻ കാണുന്നതിനോടാണ് സംസാരിക്കുന്നത്. ഞാൻ കാണുന്നതിനോട് സംസാരിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്നു. ഞാൻ കാഴ്ച കൊണ്ടാണ്, ഞാനൊരു പടയാളിയോട് ഇത് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ കണ്ട് കാണുന്നവനാണ് ഞാൻ പറയുന്നത് അനുസരിക്കും. പക്ഷെ നീ ആരാണെന്നറിയോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ശതാധിപൻ പറയുകയാണ്, നീ കാണാത്ത കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എനിക്കുണ്ട്.
എനിക്കൊരു സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. പക്ഷെ നീ കാണാത്തതിനും അദൃശ്യമായതിനോട് സംസാരിച്ചാലോ അത് നടക്കുന്നവനാണ്. കാരണം നീ സൃഷ്ടാവായ ദൈവമാണ്. ഞാൻ സൃഷ്ടിയായ ഒരു അധികാരി മാത്രമാ. എത്ര രസമല്ലേ? ഞാൻ സൃഷ്ടിയായ ഒരു അധികാരി മാത്രമാണ്. നീ സൃഷ്ടാവായ ദൈവമാണ്. അതുകൊണ്ട് നീ കാണുന്നതിനും കാണാത്തതിനും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. പക്ഷേ ഞാൻ ഒരു ദാസനോട് നടക്കാൻ പറഞ്ഞാൽ, നേരിട്ട് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. പക്ഷെ നീ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ ദാസൻ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ കാണാത്ത എൻ്റെ സഹോദരൻ, എൻ്റെ ദാസൻ സൗഖ്യമാകും. എന്തൊരു അറിവാ യേശുക്രിസ്തുവിന്. ശതാധിപൻ വിശ്വസിച്ച് അത്രയെങ്കിലും നമുക്കുണ്ടോ മക്കളെ? നമ്മളിപ്പോഴും പറയും എന്നെ വന്നതോടെ, എന്നെ വന്നതോടെ. ശതാധിപൻ പറയും നീ എന്നെ കാണുക വേണ്ട, എന്നെ നോക്കുകയേ വേണ്ട, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ. എന്തൊരു വ്യത്യസ്തമായ അറിവാണ് ശതാധിപൻ. നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതാ, എൻ്റെ ദൈവം എന്ത് ചെയ്യും ഞാൻ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് യഹൂദന് പോലും ഇത്രയും വലിയ വിശ്വാസം ഇല്ല. യഹൂദന് പോലും ഇത്രയും വലിയ വിശ്വാസമില്ല. സർവസൃഷ്ടിയും നടത്തിയ ദൈവമാണ് ദൈവപുത്രനായി ഭൂമിയിൽ വന്നിട്ടും അവൻ എന്തില്ല? ആ ദൈവവിശ്വാസത്തിന്റെ അറിവിലേക്ക് അവൻ വന്നിട്ടില്ല. ഇവിടെയാണ് ഈ വാക്ക് ഞാൻ പറഞ്ഞത്. കാണപ്പെടുന്നതിനോട് വാക്കുകൾ പറയാനേ ഈ എളിയവനായ ശതാധിപന് കഴിയത്തുള്ളൂ. കാണപ്പെടാത്തവയും അദൃശ്യമായവനോട് സംസാരിക്കാൻ നിന്റെ വാക്കുകൾക്കേ സാധിക്കുള്ളൂ. ഈ വിശ്വാസമാണ് ആര് പറഞ്ഞത്? ശതാധിപൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മളുടെയും ഒന്നുയരണം. നമ്മൾ കാണാത്തതുമായ എല്ലാത്തിനെയും ഒന്ന് വാക്കുകൾ കൊണ്ട് സൗഖ്യം കൊടുക്കുവാനും വാക്കുകൾ കൊണ്ട് ചലിപ്പിക്കുവാനും കഴിയുന്നവനാണ് ആര്? ദൈവമെന്നുള്ളത് നമ്മൾ മറക്കരുത്. എന്നാൽ ഈ ശതാധിപൻ പറയാണ്, ക്രിസ്തുവേ നീ ഇങ്ങനെ പറഞ്ഞാൽ ഈ സൗഖ്യം നടക്കും. അതിൻ്റെ കാരണം നിന്റെ ആത്മീക യോഗ്യത എനിക്ക് ഇല്ല. എനിക്ക് ഭൗതികമായ സ്വത്തുണ്ടാകാം, സാമ്രാജ്യങ്ങളുണ്ടാകാം, അധികാരിയാകാം, പക്ഷെ എനിക്ക് എന്തില്ല? നിന്റെ ആത്മീക യോഗ്യത. കാരണം നീ പറയുന്നത് ആത്മീകതയുടെ ഉയരങ്ങളിൽ നിന്നൊഴുക്കുന്ന ശബ്ദമാണ്. ഞാൻ ഉപയോഗിക്കുന്നത് മനുഷ്യജ്ഞാനത്തിൽ നിന്നുള്ള അധികാരത്തിൻ്റെ ശബ്ദമാണ്. നീ ഉപയോഗിക്കുന്നത് ആത്മീകതയുടെ ശബ്ദമാണ്. അവൻ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് ആത്മീകതയുടെ വചനമാണ്. പ്രപഞ്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് ആത്മീകതയുടെ വചനമാണ്. ഇത് നിഷേധിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇവിടെയാണ് കർത്താവിനോട് അവൻ പറയുകയാണ്, എൻ്റെ ആത്മീക യോഗ്യത നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ഞാൻ അയോഗ്യനാ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ധാരണ എനിക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, ആർക്കെൻ്റെ വീട്ടിൽ വരാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഇതൊരു ആത്മീകതയുടെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടി. നാം ഇന്ന് ചിന്തിക്കും, എനിക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട്, ഇത്രയും അധികാരങ്ങളുണ്ട്, ലോകം പ്രശസ്തനായ വ്യക്തിയാണ് ഞാൻ, എൻ്റെ കീഴിൽ ഏതൊരു ആത്മീക മനുഷ്യന് വരാം, എൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാം എടുക്കാം. എല്ലാം ശരിയാ. ശ്രീ ശതാധിപൻ പറയുന്നു, 100 പേർക്ക് അധികാരിയായിരിക്കുന്ന ശതാധിപൻ പറയുന്നു, നീ എൻ്റെ വീട്ടിൽ വരാൻ തക്കവണ്ണം എൻ്റെ ആത്മീകത നിന്നെ സ്വീകരിക്കാൻ ഞാൻ അപ്രാപ്തനാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും പറയണം, ക്രിസ്തുവേ നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. കാരണം എൻ്റെ വീട്ടിൻ്റെ പ്രാർത്ഥന, എൻ്റെ വീട്ടിൻ്റെ ആത്മീക ജീവിതം അതൊക്കെ ഒരു നിഷ്ഠാപരമായി ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ശതാധിപൻ പറഞ്ഞതുപോലെ യോഗ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ക്രിസ്തു പറയുന്നു, ശരിയാണ്, പക്ഷെ നിങ്ങളും ശതാധിപൻ പറഞ്ഞ പോലെ പറയണം, ക്രിസ്തുവേ നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. കാരണം എൻ്റെ വീട്ടിലെ ആത്മീക ജീവിതം, എൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ മക്കളോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധം, ഇതൊന്നും അതിൻ്റെ പൂർണ്ണതയിലില്ല. അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യനല്ല. ഇത്രയും നല്ല കാര്യം ചെയ്ത ശതാധിപനാ പറഞ്ഞത് നീ എൻ്റെ വീട്ടിൽ വരാൻ. പക്ഷെ നമുക്ക് പറഞ്ഞാലും ശതാധിപനോട് പറയുക, ശതാധിപൻ പറഞ്ഞ ശരിയാ, അവൻ്റെ ഉള്ളിൽ ദാസന് വേണ്ടി എത്ര ഹൃദയത്തോടു കൂടിയാണ് അവൻ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കണം,
എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? എൻ്റെ വീട്ടിൽ നോമ്പനുഷ്ഠാനങ്ങളുണ്ടോ? എൻ്റെ വീട്ടിൽ സ്നേഹമുണ്ടോ? എൻ്റെ വീട്ടിൽ മറ്റുള്ളവരോടുള്ള കരുതലുണ്ടോ? ഇതെല്ലാം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ വരാൻ ആര് യോഗ്യനാ? എൻ്റെ വീട്ടിൽ എൻ്റെ ആത്മീയത അതിന് കുറവാണ്, സമ്മതിക്കുന്നു. പക്ഷേ നീ ഇതൊന്ന് തിരുത്താൻ തയ്യാറാണോ? നിന്റെ വീട്ടിൽ ദൈവം വരാൻ തയ്യാറാ. നിന്റെ വീട്ടിൽ ചിലതൊക്കെ ക്രമപ്പെടുത്തണം. ഹിസ്കിയാ രാജാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ? നീ നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നിന്റെ ആയുസ് ഞാൻ എടുക്കുകയാ. നീ നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നിന്റെ ആയുസ് ഞാൻ എടുക്കുകയാ. അതുകൊണ്ട് ഓർത്തിരിക്കുക, നിന്റെ ആത്മീക യോഗ്യത ദൈവത്തെ സ്വീകരിക്കാൻ യോഗ്യമല്ലാത്ത എന്താണ് നിന്റെ ഭവനത്തിലുള്ളത്? ഇത് ശതാധിപൻ പറഞ്ഞത് അവൻ വിജാതീയനായ ഒരു മനുഷ്യനായതുകൊണ്ടാണ്. കാരണം വിജാതീയനായ ഒരു മനുഷ്യൻ അവൻ്റെ ആത്മീയത അനുസരിച്ച് എൻ്റെ ഈ പറയുന്ന ലോകരക്ഷകനെ സ്വീകരിക്കാൻ ഞാൻ ഇല്ല എന്ന അർത്ഥത്തിലാണ് ആര് പറഞ്ഞത്? ശതാധിപൻ. പക്ഷെ നിങ്ങളെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ യോഗ്യരാ. പക്ഷേ നിങ്ങളുടെ ഭവനത്തിൽ എന്താണ് ആത്മീയതയുടെ കുറവെന്നുള്ളത് കണ്ടെത്തി അതിനെ പരിഹരിക്കുക എന്നതാണ് ശതാധിപൻ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം, എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ ജീവിതമുണ്ടോ? അല്ല, നമ്മൾ ഇത്രയും പ്രസംഗം കേട്ടിട്ട് കൊള്ളായിരുന്നു അച്ഛാ, ഇതല്ല നമ്മൾ. എൻ്റെ ജീവിതത്തിൽ ആത്മീയതയിൽ എന്നാണ് എനിക്ക് വിള്ളലുകൾ വന്നിരിക്കുന്നത്? ആ വിള്ളലുകൾ പരിഹരിക്കാൻ തയ്യാറുണ്ടോ? ഇതാണ് നമ്മുടെ പരിഹാരം. അതുകൊണ്ട് ക്രിസ്തു പറയുന്നു, ക്രിസ്തുവിനോട് ശതാധിപൻ പറഞ്ഞു, നിന്റെ ആത്മീക യോഗ്യത എനിക്കില്ല, ഞാൻ വിജാതീയനാണ്, നിന്നെ സ്വീകരിക്കാൻ ഞാൻ അപ്രാപ്തനാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ദാസനെക്കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. ഈ മഹത്തായ വാക്കാണ് അവിടെ പറയുന്നത്. ധനപരമായ എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്, എന്നാൽ ആത്മീക പിതാവായ അങ്ങയെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, നിന്നെ സ്വീകരിക്കാൻ തക്കവണ്ണം എവിടെയാണോ എനിക്ക് പരിമിതികളുള്ളത്, എവിടൊക്കെയാണോ എനിക്ക് പരാജയങ്ങളുള്ളത്, എവിടൊക്കെയാണോ എനിക്ക് നഷ്ടങ്ങളുള്ളത്, അതെനിക്ക് കുറയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്നാൽ ഈ വേദഭാഗത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ദാസനെ എടുത്തുകൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ യജമാനൻ തന്നെ ആരുടെ അടുക്ക വന്നു? പക്ഷപാതം പിടിച്ച് കിടക്കുകയല്ലേ, കയ്യിലെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല, കയ്യിൽ നടത്തിക്കൊണ്ടുവരാനും പറ്റത്തില്ല. അതുകൊണ്ട് ആര് വന്നു? ദാസൻ, യജമാനൻ തന്നെ ദാസന് വേണ്ടി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്ക് വേണം. നമ്മളൊക്കെ പറയും, എൻ്റെ മകൾക്ക് അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ തന്നെ ഇറങ്ങി ദൈവസന്നിധിയിൽ വരണം. നിങ്ങൾ ദുഃഖിക്കുന്നവൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ മാതാപിതാക്കളായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദാസൻ ചിലപ്പോൾ മകൻ പറയുന്നത് കേൾക്കത്തില്ലായിരിക്കാം, പക്ഷെ അവനെ നീ പോടാ പള്ളിയിൽ നിന്നുള്ളതല്ല നമ്മളെല്ലാം പറയുന്നത്. അവൻ പോകത്തില്ല, നീ ആത്മാർത്ഥമായിട്ടങ്ങ് പോകും, അവൻ വരും. ഇതാണ് ദാസൻ പഠിപ്പിച്ചത്. ഈ ശതാധിപൻ പഠിപ്പിച്ചത് അതാ. എന്താ പഠിപ്പിച്ചത്? എൻ്റെ ദാസന് വരാൻ പറ്റുകയില്ല, അവൻ പക്ഷപാത രോഗിയാണ്, അവൻ തളർന്നു കിടക്കുകയാണ്, പക്ഷെ ഞാൻ ആ ദാസന് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ പോകും. ഇത് നമുക്ക് വേണ്ട ഒരു ആത്മീക ജീവിതമാണ്. നമ്മൾ പറയുന്നു, അച്ഛനൊന്ന് പറ, അവൻ വേണേ പള്ളി വരും. അച്ഛൻ പറ. എടാ, നിങ്ങൾ ആദ്യം ശരിക്കും പള്ളി പോവും. ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള പള്ളി വന്നിട്ട് മനോഭാവമൊക്കെ മാറ്റി പ്രാർത്ഥിച്ചേ തന്നെ ആ കൊച്ചു ചെറുക്കനും ആരും പള്ളി പോകാത്ത വരും. നമ്മളിപ്പം വിഷമിക്കുന്ന എന്താ? നമ്മുടെ മക്കൾക്ക് പലപ്പോഴും ഭക്തി ഇല്ലച്ചാ, എൻ്റെ അത്രയും ആത്മീയത ഇല്ലച്ചാ. ശരിയാ, ആത്മീയത നിങ്ങൾക്കുണ്ടെന്ന് ആര് പറഞ്ഞു? നമുക്കൊക്കെ ഭക്തിയുണ്ടെന്നും ആത്മീയത ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മളങ്ങ് പറയല്ലേ, ഞാൻ പോയി പള്ളിയിൽ ഇരിക്കുന്ന അച്ഛാ. ഇത് ക്രിസ്തു നോക്കുന്ന മനോഭാവത്തിലൂടെ നോക്കുമ്പോൾ അതുണ്ടോ എന്നുള്ളത് എനിക്കും നിശ്ചയമല്ല. ഞാനും ഭക്തനാണെന്ന് ഞാൻ പറയത്തില്ല. ഞാനും വന്ന് കുറച്ച് നേരം ഇവിടെ ധ്യാനപൂർവ്വം അതിനകത്ത് ഇരിക്കും. അതൊരു ആത്മീയതയിലേക്ക് ഉയരാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നമ്മളോട് തന്നെ ചോദിച്ചേ, നിങ്ങൾ വന്ന് പറയുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അവൻ വരുന്നില്ല. അവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭക്തിയും ആത്മീയതയും നിങ്ങൾ ക്രമപ്പെടുത്തണം. നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല നിങ്ങൾ വിലപിക്കേണ്ടത്. നിങ്ങൾ ക്രമപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടത് മടങ്ങി വന്നുകൊള്ളൂ. ഈ ഒരു മനോഹരമായ വാക്യമാണ് എനിക്ക് ദാസനെയും ശതാധിപനെയും വായിച്ചപ്പോൾ തോന്നിയത്. ദാസന് വരാൻ പറ്റുകയില്ല, അവൻ പക്ഷപാത രോഗിയാണ്. പക്ഷേ ദാസനെ എടുത്തുകൊണ്ട് വരാൻ കഴിയാത്തതിനാൽ ആര് വന്നു? ഈ പറയുന്ന ഈ ശതാധിപൻ തന്നെ, യജമാനൻ തന്നെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. എന്നാൽ
ഞാനിതിൽ വായിച്ചതേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ഭാവം ഈ ശതാധിപനിലുണ്ട്. അപരൻ്റെ വേദന. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ? അപരൻ്റെ വേദന തൻ്റെ വേദനയെ. അതുകൊണ്ടാണ് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവൻ. ഇതേ സ്വഭാവം ആർക്കുണ്ട്? ഈ ശതാധിപനുണ്ട്. അതൊക്കെയാണ് ക്രിസ്തു ഒറ്റ വാക്കിലൂടെ പറയുന്നത്. ശതാധിപന്റെ മനോഭാവത്തിലൂടെ ക്രിസ്തുവിൻ്റെ മനോഭാവം ആരിൽ കണ്ടു? ക്രിസ്തു ഈ ശതാധിപനിൽ കണ്ടു എന്നുള്ളത്. കർത്താവ് അവിടെ വെച്ച് ശതാധിപൻ പറയാണ്, നിന്റെ ഒരു വാക്കിന് എൻ്റെ ബാല്യക്കാരനെ സൗഖ്യപ്പെടുത്താൻ കഴിയും. ഞാൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു നോക്കിയിട്ടുള്ളൊരു വാക്യമാണിത്. കർത്താവ് പറയുകയാണ്, നിന്റെ ഒരു വാക്കിന് എൻ്റെ ബാല്യക്കാരനെ സൗഖ്യപ്പെടുത്താൻ കഴിയും. എന്താ? നിന്റെ വിശ്വാസവും എൻ്റെ വിശ്വാസവും ഒന്നാ. നമുക്ക് രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്, ഇല്ലേ? നിങ്ങൾക്കെല്ലാം ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലേ? പക്ഷെ രണ്ടാമതൊരു വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ ഒരു വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഫെയ്ത്ത് ഇൻ ഗോഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാം ഉണ്ട്. ഫെയ്ത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, ഇതുണ്ടാകട്ടെ, പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പിതാവും പരിശുദ്ധാത്മാവും ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം, പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും ഒക്കെ ഈ തൃത്വം ചേർന്നിരിക്കുന്ന വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം എന്താ? എൻ്റെ അമ്മ പ്രാർത്ഥിക്കും, അതുകൊണ്ട് അവർ പള്ളിയിൽ പോവും, ഞാൻ പള്ളിയിൽ പോകും. ഇതൊരു പാരമ്പര്യ വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എവിടെ നിന്ന് കിട്ടിയതാ? അനുഷ്ഠാനങ്ങളിലൂടെ കിട്ടിയതാ, പാരമ്പര്യങ്ങളിലൂടെ കിട്ടിയതാ. പക്ഷെ ക്രിസ്തു പറയുന്നു, എന്താ പറയുന്നത്? നിന്റെ വിശ്വാസം, നിന്റെ ഉള്ളിൽ ദൈവമായിരിക്കുന്ന വിശ്വാസം നിനക്കുണ്ടാകണം. നിന്റെ ഉള്ളിൽ ദൈവത്തോട് അങ്ങോട്ട് ചോദിക്കുകയല്ല, നിന്റെ ഉള്ളിൽ ദൈവം ഉള്ളിൽ നിന്നുകൊണ്ട് നീ പറയുമ്പോഴാണ് നിന്റെ വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വാസമാകുന്നത്. ഇതാണ് ശതാധിപനിൽ ആര് കണ്ടത്? ഈ യേശുക്രിസ്തു കണ്ടത്. നിന്റെ വിശ്വാസം എൻ്റെ വിശ്വാസമാണ്. എന്താ? ഞാൻ എന്താണോ പറയുന്നത് അതിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ സമ്മേളനമുള്ളതുപോലെ നിന്റെ വിശ്വാസത്തിൽ എൻ്റെ വിശ്വാസമുണ്ട്. ഈ ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിൽ. ആ ക്രിസ്തു പറയുന്നത് ഇവൻ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിച്ച ആളാണ് ആര്? ഈ ശതാധിപൻ. അതുകൊണ്ട് നമ്മളോട് കർത്താവ് പറയാണ്, നിന്റെ വാക്കിന് എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവെ നീ പറയുന്ന വാക്ക് വിദൂരതയിലിരിക്കുന്ന എൻ്റെ ദാസനെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്നതാണെന്നുള്ളത് കർത്താവ് പറയുകയാണ്. ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ കർത്താവ് പറയുന്ന വാക്ക്, ശതാധിപനെ പോലെയുള്ളവർ ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കുമെന്ന്. ദൈവരാജ്യത്തിൽ ആര് പ്രവേശിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. ആരാ പ്രവേശിക്കുന്നത്? ഈ ശതാധിപനെ കുറിച്ച് കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞു. അവൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്, അവൻ്റെ കണ്ണുകൾ ഒരു ദരിദ്രനെ ദാസനെ സ്വീകരിക്കുന്നതിൽ മടി വിചാരിച്ചില്ല. ആ ദാസന് വേണ്ടി തൻ്റെ കാലുകൾ യാത്ര ചെയ്ത യജമാനനെ, ക്രിസ്തുവാകുന്ന യജമാനനെ കാണാൻ പോകുന്നതിന് മടിച്ചില്ല. തൻ്റെ അധികാരഭാവങ്ങൾ ഉപേക്ഷിക്കാനുള്ള മനസ്സവന് പ്രയാസമാക്കിയില്ല. അവൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ, ഹിൻഡ്രൻസ് ആയിരുന്നു. അവൻ്റെ മുമ്പിലുള്ള ഇടർച്ചകൾ അവൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു പക്ഷപാത രോഗി എത്ര വികൃതമായിട്ടാണ് കിടക്കുന്നത്, അല്ലേ? പക്ഷെ അവൻ നോക്കിയത് എൻ്റെ ദാസനാണ്. അവൻ്റെ കണ്ണുകൾ, ഈ മനോഭാവത്തെയാണ് കർത്താവ് പറഞ്ഞത്. ഈ മനോഭാവത്തോടു കൂടി ഇരിക്കുന്ന ശതാധിപൻ വിജാതീയനാകാം, അവൻ റോമൻ അധികാരത്തിൽ ജീവിക്കുന്ന ഒരു പ്രവർത്തകനാകാം, അതിൻ്റെ അധികാരി സ്ഥാനത്തിരിക്കുന്നവനാകാം. പക്ഷെ അവനെക്കുറിച്ച് പറയുകയാണ്, ഇവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും. ഇവിടെയാണ് ഞാൻ മുമ്പേ ചോദിച്ചത്, ഇസ്രായേൽ വിശ്വസിക്കുന്ന പിതാക്കന്മാരോടൊപ്പം ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കുമെന്ന് ആരോടെക്കുറിച്ച് പറയുക? നമ്മളെല്ലാവരും പറയുന്ന ശതാധിപന്റെ വിശ്വാസം കൊണ്ട് സുഖപ്പെടുത്തി, ശരിയാ. പക്ഷേ ശതാധിപന് ദൈവം എന്തു കൊടുത്തു? ഈ ദാസന് വേണ്ടി വന്നതുകൊണ്ട് ദൈവരാജ്യ അനുഭവം. നിങ്ങൾക്ക് സംശയമുണ്ടോ? അത് വേദോത്സവത്തിലുണ്ട്. പക്ഷെ സംശയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കിട്ടത്തില്ലാത്തത് കൊണ്ട് അവനെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള സംശയമാണെങ്കിൽ നമുക്ക് ഉത്തരമില്ല. നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ കുറവാണ്. ശതാധിപനെ നോക്കിയിട്ട് ക്രിസ്തു പറയുന്നു, ഇവന് കിട്ടും.
ഇവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന്, ഇവിടെയൊക്കെയാണ് സർവ്വജാതിയും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നാണ്. സർവ്വജാതിയും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നാണ്. അവിടെ എന്താ പറയുന്നത്? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിജാതീയനായ മനുഷ്യനെ കുറിച്ച് അവൻ്റെ ധാർമ്മിക പ്രവർത്തനത്തെ കണ്ട് ഒരു ദാസന് വേണ്ടി വന്ന് പറഞ്ഞത് കണ്ടിട്ട് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ വിശ്വസിക്കുന്ന പിതാക്കന്മാരോടൊപ്പം ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കുമെന്ന്. വലതുഭാഗത്ത് കള്ളൻ ഏത് മതത്തിൽപ്പെട്ടാന്ന് നമുക്കറിയാവും. പുള്ളിയോട് കർത്താവ് എന്തോ, നീ ഇന്ന് എന്നോടുകൂടി പർദീസായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. നമ്മുടെ മനോഭാവം മാറണമെന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, നാം ഉച്ചരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവവിശ്വാസം ഈ ശതാധിപനെ പോലെ നിനക്ക് ഉണ്ടോ? നമ്മൾ ചിന്തിക്കണം. എൻ്റെ വിശ്വാസം എൻ്റെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടി ഉണ്ടാകുമ്പോഴാണ് നാം ഇവിടെ വരുന്നത്, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ. പക്ഷേ ഈ ശതാധിപനെ അബ്രഹാമിന് ഇസഹാക്കിന് യാക്കോബിനെ ഒന്നും അറിയത്തില്ല. പക്ഷെ അവൻ്റെ വളർച്ച ഇല്ലേ, ഈ ദാസന് വേണ്ടി വന്നത് അബ്രഹാം തൻ്റെ ലോത്തിന് വേണ്ടി, സഹോദരപുത്രനായ ലോത്തിനെ കിട്ടണമെന്ന് വർത്തിച്ച പോലെ ഒരു ദാസനെ വേണമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എവിടെ കണ്ടത്? ഈ ശതാധിപൻ്റെ വിശ്വാസത്തിൽ കാണുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാരെ കുറിച്ച് പറയുകയാണ്, അവകാശപ്പെട്ട ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ അനേകർ വന്ന് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കി ഈ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒന്നും ഞാൻ അറിയുന്നില്ല. എന്താ കാര്യം? നിങ്ങൾ അത്ഭുതം ചെയ്തത് നിങ്ങളുടെ പേരിന് വേണ്ടിയാ, ക്രിസ്തുവിൻ്റെ പേരിന് വേണ്ടി അല്ല. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് പറയുകയാണ് ക്രിസ്തുവിൻ്റെ പേരിൽ ചെയ്യുന്നു. പക്ഷേ പ്രശംസയും അതിൻ്റെ അംഗീകാരമൊക്കെ ആർക്കാ കിട്ടുന്നത്? നിങ്ങൾക്കാ. എനിക്കാണ് അതിൻ്റെ പുകഴ്ച ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവരാജ്യ അനുഭവത്തിൽ വന്നു ചേരുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്ന്, ക്രിസ്തു പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്നുള്ളതാണ്. അവസാനമായി ഈ വേദഭാഗത്ത് പറയുകയാണ്, ശതാധിപൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവേശിക്കുവാൻ ഇടമുണ്ടായി. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവേശിക്കുവാൻ ഒരിടമുണ്ടോ? ശതാധിപൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ ഒരവസരമുണ്ടായതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവേശിക്കാൻ ഒരു ഇടമുണ്ടോ? ശതാധിപൻ ദാസനെ ചേർത്ത് പിടിക്കുന്നതിനുള്ള ഇടർച്ചകൾ നീക്കിക്കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. കണ്ണായിക്കൊള്ളട്ടെ, കാലായിക്കൊള്ളട്ടെ, അവൻ്റെ അധികാരമായിക്കൊള്ളട്ടെ, ഇത് മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി ദൈവസന്നിധി വരാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവവിശ്വാസവും ദൈവരാജ്യം എന്നത് യേശുക്രിസ്തു വീണ്ടും ആരോട് പറഞ്ഞു? ശതാധിപനോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയുന്നുണ്ട്. ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുമോ? അതുകൊണ്ട് ക്രിസ്തു വരാതെ ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ഇരിക്കുന്നതിനേക്കാൾ ഉപരി ഒരു ശതാധിപൻ്റെ വിശ്വാസത്തിലേക്ക് വളർന്ന് ഒരു ക്രിസ്തുവിൻ്റെ ഭടനായി, ക്രിസ്തുവിൻ്റെ മകനായി, മകളായി ജീവിക്കാനുള്ള വിളിയാണ് നമ്മളോട്. ആ വിളിയിലേക്ക് നമ്മൾ ഉയരണം. ആ മുഖവാക്കുകളിൽ പറഞ്ഞ ആ വാക്യം മറന്നു പോകരുത്. എന്താ? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കൊടുപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചപ്പോൾ വെള്ളം തന്നു. അഗതിയായിരുന്നപ്പോൾ ചേർത്ത് പിടിച്ചു എന്നൊക്കെ കർത്താവ് പറഞ്ഞു. എൻ്റെ എളിയവനിൽ ഒരുത്തന് ചെയ്തത് ചെയ്തു. ഇതിന് തടസ്സമായി ഒരു ദരിദ്രനെ ചേർത്ത് പിടിക്കുന്നതിന് എന്താണോ തടസ്സമായിരിക്കുന്നത്, അത് കണ്ണാണെങ്കിൽ ആ കണ്ണിൻ്റെ മനോഭാവം മാറ്റണം, കാലാണെങ്കിൽ ആ കാലിൻ്റെ മനോഭാവം മാറ്റണം. നിന്റെ അധികാരവും ധനവുമാണെങ്കിൽ, ഈ ശതാധിപനെ സംബന്ധിച്ച് ധനവും പ്രതാപവും ഒക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം അവൻ മാറ്റിവെച്ചു. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വളരാൻ കഴിയുമോ? ഈ മനോഹരമായ ചോദ്യമാണ് വേദനയുടെ നിമിഷങ്ങളിൽ, ലോകം ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്കും ചിന്തിക്കാം, ആത്മീകപരമായി വളരാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.